നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റാൻ സഹായിക്കുന്ന ഒരു പ്രഭാതശീലത്തെക്കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ വ്യക്തികൾ പിന്തുടരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആത്മീയ രഹസ്യങ്ങളാൽ സമ്പന്നമായ ഒരു രീതിയാണിത്. നിങ്ങൾ ഒരു കഷ്ടപ്പാടിൽ നിന്ന് വിജയത്തിലേക്ക് കുതിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വെറും 30 മിനിറ്റ് നീളുന്ന ഈ പ്രക്രിയ നിങ്ങളെ സഹായിക്കും. പലപ്പോഴും നമ്മൾ ഉണരുന്നത് തന്നെ തിടുക്കത്തിലും ആകുലതകളിലുമാണ്. ഫോണിലെ നോട്ടിഫിക്കേഷനുകളും മറ്റുള്ളവരുടെ മെസ്സേജുകളും നോക്കിക്കൊണ്ടാണ് നമ്മുടെ ദിവസം തുടങ്ങുന്നത്. എന്നാൽ സത്യത്തിൽ രാവിലെ ഉണരുന്ന ആ ആദ്യ നിമിഷങ്ങൾ ഒരു വിശുദ്ധമായ വിൻഡോ പോലെയാണ്. ആ സമയത്ത് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഏറ്റവും കൂടുതൽ തുറക്കപ്പെട്ടിരിക്കും. ലോകത്തിന്റെ ബഹളങ്ങൾ നിങ്ങളെ സ്പർശിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തന്നെ നിയന്ത്രിക്കാൻ തുടങ്ങണം. ഈ ലോകം നിങ്ങളെ ഭരിക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ പ്രഭാതത്തെ ഭരിക്കാൻ ശീലിക്കണം. ഇതിനായി 6 ഘട്ടങ്ങളുള്ള ഒരു രീതി നമുക്ക് പിന്തുടരാം. ഇതിനെ ഒരു വിശുദ്ധ പ്രഭാത രീതി എന്ന് നമുക്ക് വിളിക്കാം. ഇതിലെ ആദ്യത്തെ ഘട്ടം നിശബ്ദതയാണ്. ഉറക്കമുണർന്നയുടൻ ഫോൺ എടുക്കരുത്, വാർത്തകൾ കേൾക്കരുത്. വെറും 5 മിനിറ്റ് തികച്ചും നിശബ്ദനായിരിക്കുക. പ്രപഞ്ച നിയമമനുസരിച്ച് നിശബ്ദതയിലാണ് നാം പരമമായ ഊർജവുമായി ബന്ധപ്പെടുന്നത്. ഈ നിശബ്ദതയിൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ സ്വയം ഓർത്തെടുക്കും. ലോകത്തിന്റെ ബഹളങ്ങളിൽ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ലക്ഷ്യങ്ങളും ശക്തിയും മറന്നുപോകാറുണ്ട്. എന്നാൽ ഈ 5 മിനിറ്റ് നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം കേൾക്കാൻ നിങ്ങളെ സഹായിക്കും. ഇതൊരു പാഴായ സമയമല്ല, മറിച്ച് നിങ്ങളുടെ ബോധത്തെ പുതുക്കിയെടുക്കുന്ന സമയമാണ്. രണ്ടാമത്തെ ഘട്ടം പ്രഖ്യാപനങ്ങളാണ്. നിശബ്ദയ്ക്ക് ശേഷം നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങണം. പക്ഷേ അത് ലോകത്തോടല്ല, നിങ്ങളോട് തന്നെയാകണം. നിങ്ങളുടെ ഭാവി എങ്ങനെയുള്ളതാകണമെന്ന് നിങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുക. വാക്കുകൾക്ക് ലോകത്തെ സൃഷ്ടിക്കാനുള്ള കരുത്തുണ്ട്. നിങ്ങൾ എന്ത് സംസാരിക്കുന്നുവോ അത് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറും. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, സമ്പത്ത് എന്നിലേക്ക് എളുപ്പത്തിൽ ഒഴുകി വരുന്നു, എല്ലാ അവസരങ്ങളും എന്നെ തേടിയെത്തുന്നു എന്ന് പൂർണ്ണ വിശ്വാസത്തോടെ പറയുക. ഇത് വെറും പോസിറ്റീവ് ചിന്തയല്ല, മറിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ വിജയത്തിനായി പ്രോഗ്രാം ചെയ്യലാണ്. മൂന്നാമതായി, നിങ്ങളുടെ ചിന്തകളെ കുറിച്ച് വെക്കുക. ഒരു പേനയും ഡയറിയും എടുത്ത് നിങ്ങളുടെ ലക്ഷ്യങ്ങളും നന്ദിയും എഴുതുക. എഴുതുമ്പോൾ നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു വ്യക്തമായ രൂപം ലഭിക്കുന്നു. കാഴ്ചപ്പാടില്ലാത്തവർക്ക് വഴിതെറ്റുമെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് ദിവസവും 3 കാര്യങ്ങൾ എഴുതുക. ഇന്നത്തെ നിങ്ങളുടെ പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങൾ, നിങ്ങൾ നന്ദിയുള്ളവരായ 3 കാര്യങ്ങൾ, പിന്നെ നിങ്ങൾ ഇന്നലെ പഠിച്ച ഒരു പാഠം. എഴുത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. നാലാമത്തെ ഘട്ടം ഉയർന്ന ചിന്തകൾ വായിക്കുക എന്നതാണ്. 5 മിനിറ്റ് നേരം നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന പുസ്തകങ്ങളോ ആത്മീയ വചനങ്ങളോ വായിക്കുക. സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് വാർത്തകൾക്ക് പകരം ജ്ഞാനം നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കുക. നിങ്ങൾ എന്ത് വായിക്കുന്നുവോ അത് നിങ്ങളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും സ്വാധീനിക്കും. നിങ്ങളുടെ മനസ്സിനെ കാത്തുസൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അഞ്ചാമതായി, നിങ്ങളുടെ ശരീരത്തെ ചലിപ്പിക്കുക. ഒരു ജിമ്മിൽ പോകണമെന്നില്ല. അല്പനേരം നടക്കുകയോ സ്ട്രെച്ചിങ് ചെയ്യുകയോ ചെയ്യുക. ശരീരത്തിലെ ചലനങ്ങൾ നിങ്ങളുടെ മാനസികാവസ്ഥയെ മാറ്റും. ശരീരം ഊർജ്ജസ്വലമാകുമ്പോൾ മനസ്സ് കരുത്തുള്ളതാകും. മുരടിപ്പിൽ നിന്നല്ല, ചലനത്തിൽ നിന്നാണ് സമ്പത്ത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് 10 മിനിറ്റെങ്കിലും വ്യായാമം ഉറപ്പാക്കുക. ആറാമത്തെയും അവസാനത്തെയും ഘട്ടം നന്ദി പ്രകാശനമാണ്. നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രപഞ്ചത്തിന് നന്ദി പറയുക. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സമൃദ്ധിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മാത്രമേ കൂടുതൽ സമൃദ്ധി നിങ്ങളെ തേടി വരൂ. ഇല്ലായ്മകളെക്കുറിച്ച് പരാതിപ്പെടുമ്പോൾ നിങ്ങൾ കൂടുതൽ ഇല്ലായ്മകളെയാണ് ആകർഷിക്കുന്നത്. അതുകൊണ്ട് നന്ദിയോടെ ദിവസം അവസാനിപ്പിക്കുക. ഇത് നിങ്ങളുടെ ഉള്ളിലെ ഊർജത്തെ ഉയർത്തും. ഈ രീതി എങ്ങനെയാണ് ജീവിതം മാറ്റുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ചില കഥകൾ നോക്കാം. മൈക്കിൾ എന്ന ഒരു സംരംഭകൻ ബിസിനസ്സിൽ വലിയ തകർച്ചയിലായിരുന്നു. എപ്പോഴും സമ്മർദ്ദത്തിലായിരുന്ന മൈക്കിൾ ഈ പ്രഭാതശീലങ്ങൾ 30 ദിവസം തുടർച്ചയായി ചെയ്തു. ആദ്യത്തെ ആഴ്ചയിൽ വലിയ മാറ്റമൊന്നും കണ്ടില്ലെങ്കിലും അയാളുടെ ഉള്ളിൽ ഒരു സമാധാനം അനുഭവപ്പെട്ടു. രണ്ടാമത്തെ ആഴ്ചയിൽ അയാൾ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. 30 ദിവസമായപ്പോഴേക്കും അയാളുടെ വരുമാനം ഇരട്ടിയായി. മൈക്കിൾ പറഞ്ഞത് ഇതാണ്: ഈ രീതി എന്റെ ബിസിനസ്സിനെയല്ല മാറ്റിയത്, എന്നെയാണ് മാറ്റിയത്. ഞാൻ മാറിയപ്പോൾ എന്റെ ബിസിനസ്സും തനിയെ മാറി. സാറ എന്ന പെൺകുട്ടിയുടെ കഥയും ഇതുതന്നെയാണ്. അവൾക്ക് നല്ല ശമ്പളം ഉണ്ടായിരുന്നെങ്കിലും ഒട്ടും സമ്പാദ്യം ഉണ്ടായിരുന്നില്ല. ഈ പ്രഭാതശീലം തുടങ്ങിയപ്പോൾ അവൾക്ക് തന്റെ കഴിവിനെക്കുറിച്ച് വ്യക്തത ലഭിച്ചു. അവൾ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുകയും ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ വിജയത്തിലെത്തുകയും ചെയ്തു. താൻ വലിയ കാര്യങ്ങൾക്ക് അർഹയാണെന്ന ആത്മവിശ്വാസം ഈ ശീലമാണ് അവൾക്ക് നൽകിയത്. ഇതൊന്നും ഒരു മാന്ത്രിക വിദ്യയല്ല, മറിച്ച് പ്രപഞ്ച നിയമങ്ങളുടെ കൃത്യമായ പ്രയോഗമാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വത്വത്തെ മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ ആരാണോ അതായിരിക്കും നിങ്ങൾ ആകർഷിക്കുന്നത്. സമ്പന്നനായി ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ സമ്പന്നനാകാൻ കഴിയൂ. ഈ പ്രഭാത രീതി നിങ്ങൾക്ക് വ്യക്തതയും ഊർജവും നൽകുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, എനിക്ക് ഇതിനൊന്നും സമയമില്ല, രാവിലെ ഞാൻ തിരക്കിലാണ് എന്ന്. എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സമയമില്ലാത്തതല്ല പ്രശ്നം, നിങ്ങളുടെ മുൻഗണനകളാണ്. 30 മിനിറ്റ് നിങ്ങൾക്കായി മാറ്റിവെക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്ന് വേണം കരുതാൻ. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ദിവസത്തിന്റെ 2% സമയം പോലും നൽകാൻ കഴിയില്ലേ?
അതുകൊണ്ട് സുഹൃത്തുക്കളെ, വരും 30 ദിവസത്തേക്ക് ഈ രീതി ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കുക. ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് തന്നെ ഇത് ചെയ്യാൻ ശ്രമിക്കുക. സ്ഥിരതയാണ് വിജയത്തിന്റെ താക്കോൽ. ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് മടി തോന്നാം, പക്ഷേ അത് ചെയ്യാതിരിക്കരുത്. നിശബ്ദത, പ്രഖ്യാപനങ്ങൾ, എഴുത്ത്, വായന, വ്യായാമം, നന്ദി, ഈ 6 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. നിങ്ങളുടെ പ്രഭാതങ്ങളെ നിങ്ങൾ നിയന്ത്രിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായി മാറുന്നത് നിങ്ങൾക്ക് കാണാം. 30 ദിവസത്തിന് ശേഷം നിങ്ങളുടെ മാറ്റങ്ങൾ ഞങ്ങളെ അറിയിക്കുക. സമൃദ്ധി നിങ്ങളിലേക്ക് ഒഴുകട്ടെ.